സാധാരണ ഒരു ചാരിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറയുമ്പോൾ 50,000 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ 1,00,000 രൂപ മുടക്കി വലിയ പബ്ലിസിറ്റിയും സപ്ലിമെൻറ്റും ഒക്കെ അടിച്ച് ഉള്ള ഒരു രീതിയാണ് പലപ്പോഴും നാം കാണുന്നത്. എന്നാൽ ഐക്കൺ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ സിമ്പിളായിട്ട് നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. പ്രത്യേകം അവർ അതിന് അഭിനന്ദനം അർഹിക്കുന്നു. 2-3 വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിലുള്ള വൈദികർക്ക് ഒരു ഫാക്സ് ലഭിച്ചു. നാട്ടിൽ കോട്ടയത്ത് നിന്നുള്ള ഒരാളുടെ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു, വീട് ജപ്തി ചെയ്യും, അതുകൊണ്ട് അച്ഛന്മാരെല്ലാം ഹെൽപ്പ് ചെയ്യണം. ഈ അച്ഛന്മാരൊക്കെ എല്ലാവരും പള്ളിയിൽ പറഞ്ഞു, പൈസ കളക്ട് ചെയ്തു. 8 രാത്രി കൊണ്ട് വളരെയധികം പൈസകൾ കളക്ട് ചെയ്ത് അദ്ദേഹത്തിനെത്തി. പിന്നീടാണ് അറിയുന്നത് അത് കബളിപ്പിക്കപ്പെടുകയായിരുന്നു. വെറുതെ ഒരു ആപ്ലിക്കേഷൻ അയച്ച് 8 രാത്രി കൊണ്ട് ഏതാണ്ട് 3,00,000 രൂപ അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹം അത് വേണ്ട വിധത്തിൽ അത് യൂസ് ചെയ്തില്ല, കളിപ്പിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഐക്കൺ ത്രൂ ഈ ഗ്രേസ് ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെടുവാനിടയായത്. ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ദേവാലയം ഗ്രേസ് ചാരിറ്റിയുമായിട്ട് കഴിഞ്ഞ 4 വർഷമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് കണക്കുകൾ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ഗ്രേസ് ചാരിറ്റി. എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ള ഒരു കാര്യം, ഇവർ ഓർപ്പിച്ചതുപോലെ ഐക്കൺ മോഡറേറ്റേഴ്സ് അവർ ഫുൾ ടൈം അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. കൊച്ചു കുട്ടികളുള്ള എൻ്റെ പള്ളിയിൽ ആളുകളുണ്ട് ഐക്കണിൻ്റെ മോഡറേറ്റർ. അവർ ജോലി കഴിഞ്ഞ് 5 മണി 6 മണി 7 മണിക്കൊക്കെ IT ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളുകൾ 8 മണി വരെ ചെയ്യും. അവർ ജോലി കഴിഞ്ഞ് വന്ന് മക്കളുമായിട്ടൊന്നും കളിക്കാൻ പോലും സമയമില്ലാതെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയാണ്. അച്ഛൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ വെളുപ്പിനെ 3 മണി വരെ ഇരുന്ന് ഇതിനു വേണ്ടി വർക്ക് ചെയ്യും. യാതൊരു പ്രതിഫലവും അവർക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾക്ക് ചെയ്യുവാനുള്ളത് അവരുടെ ജോലി നിലനിൽക്കുവാനും, നമുക്കറിയാം ഇപ്പോൾ ജോലിക്കൊക്കെ ബുദ്ധിമുട്ടുള്ള സമയമാണ്, അവരുടെ ജോലി നിൽക്കുവാനും അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ട് ചെയ്യാനുള്ളൊരു കാര്യം. അച്ഛൻ ഇതിൻ്റെ കണക്കെല്ലാം കൃത്യമായിട്ട് സൂക്ഷിച്ച് ഇതിൻ്റെ ഓരോ സ്റ്റേജിലും ഇതിൻ്റെ ഫോട്ടോകൾ അയച്ച് അവിടേക്ക് തരുന്നുണ്ട്. അച്ഛനെ അച്ഛൻ്റെ ടീമിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവം ശക്തി നൽകട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അഭിനന്ദ തിരുമേനിയുടെ നേതൃത്വത്തിൽ ഈ ഡയോസിസ് മുമ്പോട്ട് നീങ്ങുവാൻ ദൈവം ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കൊടുക്കാം. ഇപ്പോൾ ഭവന നിർമ്മാണത്തിൻ്റെ ധനസഹായം വർഗീസ് പറയുന്നതിൽ കോമ്പയാറിന് 1ാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടുള്ള 50,000 രൂപ ബഹുമാനപ്പെട്ട സാമർത്ഥ്യം നൽകുന്നു. സഹായധനം കൊടുക്കാനായിട്ടാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ ജീവിത നിലവാരം, ആടിനെ വളർത്തുന്നത് ഞങ്ങൾ ബാങ്കുകാർ ലോൺ കൊടുക്കാറുണ്ട്. ആടുകളുടെ വളർത്തലിനും ആരും തന്നെ ഞാൻ നോക്കിയിട്ട് ഇവിടെ SHGകൾ നന്നായിട്ട് തന്നെ ഇടുക്കി ജില്ലയിൽ പോകുന്നുണ്ട്. ഇതിനകത്തുനിന്ന് റീപേയ്മെൻറ്റ് യാതൊരു പ്രശ്നവും ബാങ്കുകൾക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ തന്നെ പറയാറുണ്ട്, മറ്റുള്ള സ്ഥലങ്ങളിലേക്കാളും ആൾക്കാർ നല്ലവർ ഇടുക്കി ജില്ലയിലുള്ളവരാണ്. ഞാൻ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ ഈ ലോൺ അടയ്ക്കുന്നതിൽ ധാരാളം ആൾക്കാർ മടി കാണിക്കാറുണ്ട്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി കട്ടപ്പനയിലെ എക്സ്പീരിയൻസ് 99% ആൾക്കാർ ലോൺ അടയ്ക്കുന്നതിൽ വളരെ പ്രോംപ്റ്റാണ്. അതായത് എനിക്ക് എൻ്റെ നിഷ്ക്രിയ ആസ്തികൾ എന്ന് പറയുന്നത് കട്ടപ്പനയിൽ വളരെ കുറവാണ്. അപ്പം ഇവിടുത്തെ ആൾക്കാർ വളരെ നല്ല ആൾക്കാരാണ്. അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. ജേക്കബ്സൻ, തിരുമേനി, കുര്യാക്കോസ് സർവീസ് എന്നിവരെല്ലാവരും ഉണ്ട് ഐക്യൻ്റെതായ നേതൃത്വത്തിൽ. ഇനിയും കൂടുതലായിട്ട് ഇവർക്ക് സഹായം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ നന്ദി, നമസ്കാരം. സാറിൻ്റെ നല്ല വാക്കുകൾക്ക് നന്ദി വീണ്ടും കൊണ്ട് ഓർപ്പിക്കുന്നു. ഇപ്പോൾ ഷാൻസി മോനച്ചൻ അമ്പാറയിൽ കൊച്ചറ എന്നയാളിനാണ് ആട് വളർത്താനുള്ള ധനസഹായം ബഹുമാനപ്പെട്ട സാർ നൽകുന്നത്. അടുത്തായി ആശംസാ പ്രസംഗം നടത്തുന്നത് ബഹുമാനപ്പെട്ട മറിയാം ഏലിയാസ് സെക്രട്ടറി, ബാലസമാജത്തിൻ്റെ സെക്രട്ടറിയാണ്. അമ്മമ്മയെ പ്രത്യേകമായിട്ടും ആശംസകൾ അർപ്പിച്ച് പ്രസംഗിക്കാനായിട്ട് ക്ഷണിക്കുന്നു. 1979 മുതൽ ഇടുക്കി ഭദ്രാസനത്തിൻ്റെ ആതുര സേവനം അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി വളരെയധികം
പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ അതിന് യാതൊരു കൈത്താങ്ങലും കിട്ടാതെ വളരെ വിഷമിക്കുകയും ചെയ്ത അവസരങ്ങളുണ്ടായിരുന്നു. അഭിമന്യ ബർന്നബാസ് തിരുമേനി ഇവിടെ ചാർജ് എടുക്കുമ്പോൾ ജർമ്മനി സന്ദർശനം നടത്തിയതിന് ശേഷം കടന്നു വന്ന് കുറേയധികം പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഇവിടെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് പലർക്കും വിദ്യാഭ്യാസ സഹായങ്ങൾ ഇതിനൊക്കെയും ചെയ്യുവാനിടയായിട്ടുണ്ട്. പക്ഷേ അത് പൂർത്തീകരണത്തിലെത്തുവാനായിട്ട് സാധിക്കാതെ എവിടെ ആരെ കണ്ടാണ് നമുക്കൊരു സഹായം ആവശ്യപ്പെടേണ്ടത് എന്ന് ഞങ്ങൾ പലപ്പോഴും സംഘമായിട്ട് ആലോചിച്ചിട്ടുണ്ട്. എന്നാൽ ആ ദൗത്യ നിർവഹണം ഈ സുപ്രഭാത 2004 നമുക്ക് നിറവേറിയത്. ചെറിയ തോതിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഞാൻ ഓർക്കുന്ന ഈ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഏരിയയിൽ ഞാൻ പല ആവശ്യങ്ങളെ പല നിർധനരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ആ ധനസഹായം ആവശ്യപ്പെട്ട സമയത്ത് യാതൊരു മടിയും കൂടാതെ അച്ഛൻ അതൊക്കെയും നിർവഹിച്ചെന്ന് ഞാൻ ഓർക്കുന്നു. നാം അതിന് അർഹരാണെങ്കിൽ മാത്രമേ ഈ സഹായം നമ്മൾ വാങ്ങിക്കാവുള്ളൂ. അതുപോലെ ഞാൻ പറഞ്ഞത് നിസ്സാരമായ ഒരു കാര്യം, വിധവയുടെ ചില്ലിക്കാശ് പോലെ ചിലപ്പോൾ $10 $50 എത്രയാണ് നമുക്ക് തരുന്നെന്നുള്ളത് അവരുടെ മനസ്സാണ്. അവരത് സന്തോഷപൂർവ്വം നമുക്ക് തരുമ്പോൾ നാം സത്യസന്ധതയോടും വിശ്വസ്തയോടും കൂടി അത് കൈകാര്യം ചെയ്യണം. ചികിത്സാ സഹായ വിതരണം നടത്തുവാനായിട്ട് നെടുങ്കണ്ടം പള്ളിയുടെ വികാരി വൈദിക സെക്രട്ടറിയുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട PM തോമസ് അച്ഛനെ ക്ഷണിക്കുന്നു. ചികിത്സ സഹായം നൽകുന്നത് ലീലാമ യേശുദാസ് പാമ്പാടുമ്പാണ്. ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ ആയിരുന്നു, കഴിഞ്ഞു. ഇപ്പോൾ ധനസഹായം ഒരു കുടുംബത്തിനുള്ള മകളുടെ കയ്യിൽ കൊടുക്കുകയാണ്. ആശംസാ പ്രസംഗം സ്കോളർഷിപ്പ് വിതരണമാണ്. അഭിനയത്തിനനുസരിച്ചുകൊണ്ട് കുറേ വിതരണം നടത്തിയതിന് ശേഷം ബഹുമാനപ്പെട്ട വൈദികരും അതുപോലെ നമ്മുടെ ഈ ഇവിടെ സ്റ്റേജിൽ ആദരിക്കുന്ന എല്ലാവരും ചേർന്ന് സ്കോളർഷിപ്പ് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നതാണ്. എബി കെ ഏബ്രഹാം, കാണിക്കാരായി നെടുങ്കണ്ടം. അഭിലാഷ് ജോസഫ് അമ്പഴത്താനെ, വൗച്ചർ ഒപ്പിട്ട് തിരികെ എത്തിക്കണം. ഞാൻ കുമ്പളി അമരാജ് സ്കൂളിൽ +2 പഠിക്കുകയാണ്. ജെറി ഫിലിപ്പ് നെടുവേലി, ജെറിയുടെ ഫാദറാണ്. എൻ്റെ കൊച്ച് ജനറൽ നേഴ്സിംഗിന് കട്ടപ്പന സെൻറ് ജോൺസ് സ്കൂളിൽ പഠിക്കും. ചിഞ്ചു ബാബു ആറുകണ്ണിൽ, വികലാംഗ കൊച്ചാണ്, ഫാദറാണ്. ഗ്രേസിൻ്റെ ലോണാണ് പ്രത്യേകമായിട്ട് കൊടുക്കുന്നത്. എബിൻ കുറിയാക്കോസ് പുത്തമ്പരയ്ക്കൽ. ആമയാർ ഇഗ്നിയസ് സ്കൂളിൽ +1 പഠിക്കുന്നു. ചിഞ്ചു ബാബു എന്നാണ് എൻ്റെ മകളുടെ പേര്. ഏബിൾ തോമസ് പറയുന്ന സ്കൂളിൽ പഠിക്കുന്നു, +2 പഠിക്കുന്നു. +2 പഠിക്കുന്നു, സെൻറ് സെബാസ്റ്റ്യൻ കോളേജ് കട്ടപ്പന. അജിത്ത എലിസബത്ത് ജേക്കബ്, അയ്യപ്പൻകോവിൽ. എൻ്റെ ഹൈദരാബാദ് ഗുണ്ടൂർ നേഴ്സിംഗ് കോളേജ്. അമലു വിജയൻ, ചിലമ്പം.